പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എൻകൗണ്ടർ ആൻഡ് ജേർണിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എൻകൗണ്ടർ ആൻഡ് ജേർണിയോടൊപ്പം ആയിരിക്കുന്നത് ഫെബിൻ്റെയും റോണയുടെയും കുടുംബമാണ്. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിൽ മണിക്കൂറുകളോളം കുഞ്ഞു മക്കളോടൊപ്പം ചെലവഴിച്ച് അതിൽ നിന്ന് ശക്തി അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. നമുക്ക് അവരിലൂടെ തന്നെ അവരുടെ അനുഭവങ്ങൾ കേട്ടറിയാം. ഫെബിൻ ആൻഡ് റോണ, നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ എൻകൗണ്ടർ ആൻഡ് ജേർണിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഫെബിൻ, വൈഫ് റോണ. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ഫിയോണ, ജെറമയ, ഐസയ. ഞാനൊരു IT ഫീൽഡിൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മിനിസ്ട്രിയിൽ ഓഡിയോ മീഡിയ മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ ഇന്റർസെഷൻ മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. പരിചയപ്പെടുത്തിയതിന് നന്ദി. നിങ്ങൾ എങ്ങനെയാണ് AFC അറ്റ്ലാന്റ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതെന്നൊന്ന് പറയാമോ? ഞങ്ങൾ സെന്റ് ജൂഡ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ പരിചയപ്പെട്ട 2 ഫാമിലീസ് ആണ് ഈ മിനിസ്ട്രിയെക്കുറിച്ചും സെന്റ് ബ്രണ്ടനിൽ നടക്കുന്ന ഫ്രൈഡേ പ്രയർ സർവീസിനെ കുറിച്ചും പറഞ്ഞത്. ഇതൊരു കരിസ്മാറ്റിക് പ്രയർ ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ഇതിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നീട് ഒരു ഫ്രൈഡേ പ്രയറിന് സംബന്ധിക്കുകയും അതിലെ ഗാന ശുശ്രൂഷയും ദൈവവചനം വളരെ അനുഭവമായി തോന്നുകയും ചെയ്തപ്പോൾ പിന്നീട് ഞങ്ങൾ മുടങ്ങാതെ എല്ലാ ഫ്രൈഡേയ്സും ഇതിൽ വന്ന് തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ 7 വർഷമായി ദൈവാനുഗ്രഹത്താൽ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുകയും ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഫെബിൻ ആൻഡ് റോണ, നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായപ്പോൾ അത് നിങ്ങളെ ആത്മീയമായി വളരുവാനായിട്ട് എങ്ങനെ സഹായിച്ചു എന്നൊന്ന് വിശദമായിട്ട് പറയാമോ? തീർച്ചയായും ചേച്ചി. ഈ ശുശ്രൂഷയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ആധ്യാത്മികമായിട്ട് വളരെയധികം വളരാൻ സാധിച്ചു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകുന്നതിനും 2 ആഴ്ചയിൽ കുമ്പസാരിക്കുന്നതിനും ദശാംശം കൊടുക്കുന്നതിനുള്ള കൃപ ലഭിച്ചു. അതുപോലെ PDM മോണസ്ട്രിയിലെ 3rd ഫ്രൈഡേ നൈറ്റ് വിജിലും 40 hour അഡോറേഷനും ഞങ്ങളെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ദിവ്യകാരുണ്യ ഈശോ ഞങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം ലഭിക്കുകയും ചെയ്തു. സാധിക്കുന്ന ദിവസങ്ങളിൽ ആരാധനയ്ക്ക് പോകാനും അതും ഫാമിലിയായിട്ട് പോകാനുള്ള കൃപയും അതുപോലെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും വിഷമങ്ങളിലും ഈശോയിൽ ആശ്രയിക്കാനുള്ള കൃപയും ലഭിച്ചു. പിന്നെ അതുപോലെ ശുശ്രൂഷകളിലെല്ലാം ഫാസ്റ്റ് ചെയ്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപയും ലഭിച്ചു. നിങ്ങളിങ്ങനെ ദിവ്യകാരുണ്യ ആരാധനയിലൊക്കെ മണിക്കൂറുകൾ ചിലവഴിക്കുന്നതെന്നുണ്ടെന്ന് എനിക്കറിയാം. അത് കേട്ട വളരെ സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ഈ ദിവ്യ കാരുണ്യത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങിയപ്പോൾ, എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്കുണ്ടായ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങൾക്ക് 2021 ഒരു വലിയ ക്രൈസിസ് ഉണ്ടായത്. ആ ടൈമിൽ റോണ 9 month പ്രഗ്നൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ വിസ തീരുകയും അതേ തുടർന്ന് ജോലി പോവുകയും ലൈസൻസും ഇൻഷുറൻസും എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. കമ്പനി ഞങ്ങളോട് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. ആ സമയത്ത് എനിക്ക് 9 month ആയത് കാരണം തിരിച്ച് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ദിവ്യകാരുണ്യ ഈശോയിൽ ആശ്രയിക്കുകയും ഫെബിൻ എല്ലാ ദിവസവും അവിടെ അടുത്തുള്ള പള്ളിയിൽ നടന്നുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ വിസ അപ്രൂവ് ആവുകയും തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുകയും ലൈസൻസും ഇൻഷുറൻസും എല്ലാം ഓക്കെ ആയി. ഡെലിവറിക്ക് 1 ആഴ്ച മുമ്പ് തന്നെ എല്ലാം ദൈവം ക്രമീകരിച്ചു തന്നു. ഇതൊരു വലിയ ക്രൈസിസ് ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഈശോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നല്ല സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ അനുഭവം കേട്ടപ്പോൾ തന്നെ ഒരു ദൈവാനുഭവം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ നിങ്ങൾ ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, ദിവ്യാനത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് ഈ പ്രതിസന്ധികളിലൊക്കെ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് പോകാനായിട്ട് സാധിച്ചു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 6-7 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ ഈ ഒരു വചനത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഫെബിനും റോണയും, നിങ്ങൾക്ക് മോണസ്ട്രിയിൽ നടക്കുന്ന 40 മണിക്കൂർ ആരാധനയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 40 മണിക്കൂറും ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 40 മണിക്കൂർ ഈശോടൊപ്പം ആയിരിക്കുവാനായിട്ട്. അതിന് നിങ്ങൾക്ക് ലഭിച്ച പ്രചോദനം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുണ്ടായ ഒരു അനുഭവം എന്താണെന്നൊന്ന് പങ്കുവയ്ക്കാമോ? 2019 ഞങ്ങൾക്ക് ആദ്യമായിട്ട് 40 മണിക്കൂർ ആരാധനയ്ക്ക് ഇരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചത്.
അതിന് മുന്നൊന്നും ഞങ്ങളങ്ങനെ ആരാധനയ്ക്ക് പോയിരുന്നില്ല. അന്നും പോയപ്പോഴായാലും ഞങ്ങൾ കുറച്ച് ടൈം ഇരുന്ന് 40 hours ഫുൾ ടൈം ഇരിക്കാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചായിരുന്നില്ല. സാധിക്കുന്നിടത്തോളം ടൈം ഇരുന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാലും ദൈവകരുണയാൽ ഞങ്ങൾക്ക് 40 hours ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള കൃപ ലഭിച്ചു. പിന്നീട് അതുപോലെ വട്ടായിലച്ചൻ ഒരു കൂട്ടായ്മയിൽ പറഞ്ഞതുപോലെ ഇൻസെനു ജേസു എന്നൊരു ബുക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ശുശ്രൂഷകരെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണതെന്നും ദിവ്യകാരുണ്യ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദിവ്യകാരുണ്യ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു ബുക്കാണത്. അപ്പോൾ അത് വായിക്കുകയും കൂടുതൽ ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള കൃപ ലഭിക്കുകയും ചെയ്തു. നിങ്ങളുടെ ദൈവാനുഭവങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആണ്. പ്രത്യേകമായിട്ടും ദിവ്യകാരുണ്യ ഭക്തി വളരെ ടച്ചിങ് ആണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദിവ്യകാരുണ്യ ഭക്തിയിൽ കൂടുതൽ വളരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി കൺക്ലൂഡ് ചെയ്യാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ വിഷമങ്ങളിലും വേദനകളിലും ഈശോയെ അങ്ങിൽ ആശ്രയിക്കാനും ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്കും ദിവ്യകാരുണ്യ ആരാധനയിലും കൂടുതൽ പ്രാധാന്യം നൽകുവാനും ഇവർക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഫെബിന്റെയും റോണയുടെയും ഈ ജീവിതാനുഭവങ്ങൾ നിങ്ങളെയും ഇൻസ്പയർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.